പണിമുടക്ക് പൂർണ്ണം. പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും വാഹനങ്ങൾ തടഞ്ഞ പണിമുടക്ക് അനുകൂലികൾ. ചേർത്ത് നിർത്താതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ ഉജ്ജ്വല സ്വീകരണം. നവീകരിച്ച മുണ്ടൂർ തൂത സംസ്ഥാന പാത നാടിനു സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയിലെ മെയിന്റനൻസ് ഗ്രാന്റിൽ പക്ഷഭേദമെന്ന ആരോപണം. അരങ്ങനേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുറിയിൽ UDF BJP അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് SDPI ഫെബ്രുവരി 14-ന് പെരിന്തൽമണ്ണയിൽ ഡിമാൻഡ് മാർച്ച്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണം. പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രകടനം നടത്തിയ സമയം അങ്ങാടിപ്പുറത്ത് മേൽപ്പാലത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി 24 മണിക്കൂർ പണിമുടക്ക് നടത്തുന്നത്. KSRTC ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ ടാക്സി വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. വിവിധ സർവീസ് സംഘടനകളും പണിമുടക്കിന് പിന്തുണ നൽകിയതിനാൽ സർക്കാർ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിച്ചില്ല. ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിലും പ്രകടനം നടത്തുന്ന സമയം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പ്രവർത്തകർ ഓട്ടോ ടാക്സി വാഹനങ്ങൾ തടഞ്ഞു, സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞില്ല. പെരിന്തൽമണ്ണയിൽ പ്രകടനത്തിന് ശേഷം നടന്ന വിശദീകരണ യോഗം CITU ജില്ലാ സെക്രട്ടറി MM മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് വള്ളൂരൻ ഹനീഫ, ഫെസ്റ്റോ പ്രതിനിധി വേണുഗോപാൽ, CP രാമദാസ്, N ജലീൽ, T ലളിത തുടങ്ങിയവർ സംസാരിച്ചു. അടിമ വ്യവസ്ഥയിലേക്ക് ഈ രാജ്യത്ത് BJP ഗവൺമെന്റ് കൊണ്ടുപോവുകയാണ്. നമ്മളൊക്കെ പുതിയ അടിമകളായി, ഷർട്ടും പാന്റും മുണ്ടും ഒക്കെ ധരിച്ച പുതിയ അടിമകളായി, കണ്ടാൽ അടിമകൾ എന്ന് തോന്നില്ലെങ്കിലും അമേരിക്കൻ അടിമകളായി, വലിയ മുതലാളിമാരുടെ അടിമകളായി മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഇത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ നോക്കൂ, തൊഴിലുറപ്പ് പദ്ധതി, ലേബർ കോഡുകളെ പറ്റി ഇവിടെ മുസ്തഫ പറഞ്ഞു. എന്താ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ഗവൺമെന്റ് എടുക്കുന്ന ഈ തീരുമാനത്തിന് പിന്നിലുള്ള അജണ്ട എന്താ? വളരെ കൃത്യമാണ്. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്, അല്ലെ? ഇവിടെയാണ് കൃഷി ചെയ്യുന്ന ഭൂമി കൃഷിക്കാരന് കിട്ടിയത്. ആ ഭൂമി പണയം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിച്ചത്, അവർ പുതിയ ജോലികളിലേക്ക് പോയത്, നമ്മൾ കച്ചവടം തുടങ്ങിയത്, നമ്മൾ വീട് മൂടി പിടിപ്പിച്ചത്, നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് പൂർണ്ണം. മണ്ണാർക്കാട് ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു. തൊഴിലാളി സംഘടനകൾ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. മണ്ണാർക്കാട് കടകമ്പോളങ്ങൾ പ്രവർത്തിച്ചില്ല. ഏതാനും സ്വകാര്യ വാഹനങ്ങൾ ഓടിയതൊഴിച്ചാൽ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. ഓഫീസുകളൊന്നും പ്രവർത്തിച്ചില്ല. മണ്ണാർക്കാട് CPM പാർട്ടി ഓഫീസ് പരിസരത്ത് തൊഴിലാളികൾ വാഹനങ്ങൾ തടഞ്ഞു. ചരക്ക് വാഹനങ്ങളെ 1 മണിക്കൂറോളം തടഞ്ഞിട്ടു. ഇതിനിടെ തൊഴിലാളികളും സ്വകാര്യ വാഹനങ്ങളിലെ യാത്രക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പോലീസ് എത്തിയതോടെ തൊഴിലാളികൾ വഴിതടയൽ അവസാനിപ്പിച്ചു. തുടർന്ന് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. വിശ്വാസത്തെ ചേർത്ത് നിർത്താതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ഭരണത്തെ കോലി സഖ്യമുണ്ടാക്കി തട്ടിയെടുക്കാനുള്ള ശ്രമമെന്നും ഇതിന്റെ കോർഡിനേറ്റർ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. അമിത്ഷാ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, അത് വളരെ ഗൗരവമുള്ളതാണ്. അമിത്ഷാ പറഞ്ഞു, ഈ ലോകത്ത് മാർക്സിസ്റ്റുകാർക്ക് ഒരേ ഒരു ഭരണം മാത്രമേ ഉള്ളൂ, അത് കേരളത്തിലാണ്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങൾ കൂട്ടിക്കും എന്നാണ്. BJPക്ക് കൂട്ടിക്കാനാവൂല എന്നെല്ലാവർക്കും അറിയാലോ. പിന്നെ ആരെ കൊണ്ട് കൂട്ടിക്കുന്നാണ് പറഞ്ഞത്?
വി.ഡി. സതീശനും കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയണം. അതിനോട് പ്രതികരിച്ചിട്ട് പോലുമില്ല. കോലീബി സഖ്യം, കോൺഗ്രസ്, BJP, ലീഗ്, അതിൻ്റെ ഒപ്പം ജമായത്തെ ഇസ്ലാമിയും. അങ്ങനെ ജമായത്തെ ഇസ്ലാമി, കോൺഗ്രസ്, ലീഗ്, BJP സഖ്യത്തിൻ്റെ ഓർഗനൈസറാണ്, കോർഡിനേറ്ററാണ് വി.ഡി. സതീശൻ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്നെനിക്കറിയാം. ആ കോർഡിനേറ്ററുടെ പണിയാണ്, നിങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ പണിയല്ല. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് പ്രതിപക്ഷ നേതാവിന്, മന്ത്രിക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും. അതെല്ലാം വാങ്ങിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജോലിയാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വർഗീയതയെ കൂട്ടിച്ചേർത്താണ് നിങ്ങൾ പോകുന്നത്. അതിൽ BJPയെ നിങ്ങൾ ഒഴിവാക്കുന്നില്ല. ഇവിടെ അമിത്ഷാ പറഞ്ഞതിന്റെ അർത്ഥം അതുകൂടിയാണ്. വർഗീയത പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം വിശ്വാസികളാണെന്നും വിശ്വാസത്തെ ചേർത്ത് നിർത്താതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വർഗീയതയും മതവും ചിലർ ഉപയോഗപ്പെടുത്തുന്നു എന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വർഗീയതയെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ കരുത്ത് വിശ്വാസികൾ തന്നെയാണ്. വിശ്വാസി സമൂഹത്തെ ചേർത്ത് നിർത്താതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ല. വിശ്വാസികളാരും തന്നെ വർഗീയവാദികളല്ല. ഈ നിൽക്കുന്ന നിങ്ങളാരെങ്കിലും വർഗീയവാദിയാണോ? അല്ല. വർഗീയവാദിക്ക് വിശ്വാസമില്ല. അവൻ രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ വർഗീയവാദികളെ തിരിച്ചറിയണം. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നും കേരളത്തെ മാറ്റി നിർത്താനാണ് BJPയുടെ ശ്രമം. എന്നാൽ ലോകം അറിയുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. മറുപടി ഇതാണ്: പാവങ്ങൾ എന്ന പദം മലയാള നിഘണ്ടുവിൽ ഉണ്ടാവില്ല. MV ഗോവിന്ദൻ വ്യക്തമാക്കി. നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ മോട്ടീവ് എന്താണ്? ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. മറുപടി വളരെ പെട്ടെന്ന് പറയണമെങ്കിൽ പ്രയാസമാണ്. കാരണം 900 എണ്ണാണ് പ്രകടന പത്രികയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോൾ അപ്പോൾ ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ആ ഒറ്റ കാര്യം പറഞ്ഞത് ടൈംസ് എഴുതിയിട്ടുള്ള അത് എൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ഈ മലയാളത്തിൽ, കേരളത്തിൽ ഇപ്പോഴും ഞാൻ ഉൾപ്പെടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെല്ലാം പറയുമ്പോൾ പാവപ്പെട്ടവർ എന്നൊക്കെ പറയുന്നില്ലേ? ഇല്ലേ? എല്ലാവരും പറയുന്നില്ലേ? പാവങ്ങൾ, പാവപ്പെട്ടവർ എന്നെല്ലാം. ഞാൻ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലുള്ള ഞങ്ങളുടെ നിലപാട് ഈ കേരളത്തിലെ മലയാള നിഘണ്ടുവിലുള്ള ഈ പാവപ്പെട്ടവർ, പാവങ്ങൾ എന്ന പദാവലി നേരത്തെ ദ ടൈംസ് പറഞ്ഞതുപോലെ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഞങ്ങൾ മാറ്റുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങാടിപ്പുറത്തെ സ്വീകരണം കഴിഞ്ഞ് പെരിന്തൽമണ്ണയിലെത്തിയ വികസന മുന്നേറ്റ ജാഥയെ ട്രാഫിക് ജംഗ്ഷനിൽ ഏരിയ സെക്രട്ടറി E രാജേഷും മണ്ഡലം നേതാക്കളും സ്വീകരിച്ചു. വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും പൂക്കാവടിയുടെയും കലാപ്രകടനങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരണവേദിയായ ചെറുകാട് കോർണറിലേക്ക് ആനയിച്ചു. സ്വീകരണ യോഗത്തിൽ MA അജയകുമാർ അധ്യക്ഷത വഹിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, ജാഥ അംഗം KS സലീഖ, CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച മുണ്ടൂർ തൂത സംസ്ഥാന പാത നാടിന് സമർപ്പിച്ചു. ആധുനിക രീതിയിൽ നവീകരിച്ച മുണ്ടൂർ തൂത 4 വരി സംസ്ഥാന പാതയുടെ ഉദ്ഘാടനം കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷന് സമീപം നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. റോഡുകൾ നാടിന് സമർപ്പിക്കുന്നത് 700 കോടിയോളം രൂപയാണ് ഈ റോഡുകളുടെ നവീകരണത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എങ്ങനെയെല്ലാം സന്തോഷം പകരുന്നുവോ ഏതെല്ലാം രീതിയിൽ
ആളുകൾ ഹരത്തോടെ ഇത് സ്വീകരിക്കുന്നുവോ അതേപോലെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം ഇന്നൊരു ഉത്സവമായി മാറുകയാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. MLA-മാരായ K പ്രേംകുമാർ, P മമ്മിക്കുട്ടി, ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബീന, ഡോക്ടർ N രാജേഷ്, P അരവിന്ദാക്ഷൻ, TK രാംദാസ്, S സൂര്യ, C കൃഷ്ണൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം AK ഷീലാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം C സ്മിത, പഞ്ചായത്ത് അംഗങ്ങളായ PK മധുസൂദനൻ, MV അനീഷ്, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ ജിന്ന, K ജയദേവൻ, P ഹരിഗോവിന്ദൻ, P മൊയ്തീൻകുട്ടി, K നിഷാദ്, NK സതീശൻ, ബേബി പാണുച്ചിറ, PK ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടൂരിൽ നിന്ന് ജില്ലാതിർത്തിയായ തൂതപ്പാലം വരെ 364 കോടി രൂപ ചെലവിലാണ് 36.8 കിലോമീറ്റർ 4-വരിപ്പാതയായി നവീകരിച്ചത്. മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് പാത. നിലവിലുണ്ടായിരുന്ന 2-വരിപ്പാത സ്ഥലം ഏറ്റെടുക്കാതെ പുറമ്പോക്ക് ഉപയോഗിച്ച് 4-വരിപ്പാതയായി പുനർനിർമ്മിക്കുകയായിരുന്നു. നവീകരണത്തോടെ ജില്ലയിലെ മികച്ച റോഡുകളിലൊന്നായി മുണ്ടൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാത SH53 മാറി. പാലക്കാട്ട് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് മണ്ണാർക്കാട് വഴിയുള്ള ദേശീയപാതയേക്കാൾ ഇതുവഴി 10 കിലോമീറ്റർ കുറവാണ്. 2020 ഒക്ടോബർ 1-നാണ് മുഖ്യമന്ത്രി നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചത്. കോവിഡ് മഹാമാരിയുടെയും പ്രളയത്തിന്റെയും എല്ലാം ഭാഗമായി വന്ന പല നിലയിലുള്ള പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും ഇത്തരത്തിലൊരു റോഡ് പ്രവൃത്തി ചെയ്ത അനുഭവം നമ്മുടെ പ്രദേശത്ത് ജനങ്ങളെ സംബന്ധിച്ച് മുമ്പില്ലാത്തത് കൊണ്ടുമൊക്കെയുള്ള വ്യത്യസ്തമായ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരമാവധി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് നാം നടത്തിയത്. ഏറ്റവും കൂടുതൽ ദൂരം ഈ പാത പോകുന്നത് ഷൊർണൂർ മണ്ഡലത്തിലാണ്. തുടർന്ന് ഒറ്റപ്പാലം, അതിൽ താഴെ കോങ്ങാട്, കുറച്ചു ദൂരം മലമ്പുഴ മണ്ഡലവും. മലമ്പുഴ, കോങ്ങാട് MLA-മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അല്പം സൗകര്യക്കുറവുണ്ട്, നിർവാഹമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ ആശംസകൾ കൂടി ഈ സന്ദർഭത്തിൽ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങളെ അറിയിക്കുകയാണ്. പക്ഷേ കടമ്പഴിപ്പുറമാണെങ്കിലും മുണ്ടൂരാണെങ്കിലും തൂതയാണെങ്കിലും തിരുവാരിയോടാണെങ്കിലും കൊളക്കാടാണെങ്കിലും വെള്ളിനേഴിയാണെങ്കിലും ഇത് കടന്നു പോകുന്ന വഴിയൊന്നും പഴയ വഴികളല്ല, പഴയ മുണ്ടൂരല്ല, പഴയ കടമ്പഴിപ്പുറമല്ല, പഴയ വെള്ളിനേഴിയല്ല, പഴയ തിരുവാരിയോടല്ല. അരങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിലെ മെയിന്റനൻസ് ഗ്രാന്റിൽ പ്രതിപക്ഷാംഗങ്ങളോട് പക്ഷഭേദം കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് UDF BJP അംഗങ്ങൾ പ്രസിഡന്റിന്റെ മുറിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാത്രിയോടെ പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ മാറ്റിയത്. 2026-27 വാർഷിക പദ്ധതിയിലെ മെയിന്റനൻസ് ഫണ്ട് എല്ലാ വാർഡുകളിലേക്കും തുല്യമായി വീതിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ട് UDF BJP അംഗങ്ങൾ ബുധനാഴ്ച ചേർന്ന ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്നാണ് പ്രസിഡന്റിന്റെ ചേംബറിലെത്തി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഭരണപക്ഷാംഗങ്ങളുടെ വാർഡുകളിലേക്ക് കൂടുതൽ തുകയും പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിലേക്ക് കുറഞ്ഞ തുകയും നീക്കിവെച്ചത് രാഷ്ട്രീയ പ്രേരിതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ജനാധിപത്യം പുലരട്ടെ, ജനാധിപത്യം പുലരട്ടെ, പ്രതിഷേധം, പ്രതിപക്ഷത്തിൻ പ്രതിഷേധം, പ്രതിപക്ഷ കൂട്ടായ്മ സിന്ദാബാദ്, പ്രതിപക്ഷത്തിൻ വാർഡുകളോട് CPM-ന് അവഗണന, ഇല്ല ഇല്ല നടപ്പില്ല. UDF അംഗങ്ങളായ ഇബ്രാഹിം മേനക്കം, K നഫീസ ടീച്ചർ, KK സലീന, P ഹസീന, റഹ്മത്ത് ബിബി, E വിദ്യ ടീച്ചർ, BJP കൗൺസിലർ പ്രദീപ് കുമാർ എന്നിവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ലഭ്യമായ ഫണ്ടിനെ എല്ലാ വാർഡുകളിലേക്കും പരിഗണിച്ചിട്ടുണ്ടെന്ന് ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞു. രാത്രി 9 മണി വരെ നീണ്ട പ്രതിഷേധം പോലീസ് എത്തിയാണ് അവസാനിപ്പിച്ചത്.
വിഭജിച്ച് തിരൂർ ജില്ല പ്രഖ്യാപിക്കണമെന്ന് SDPI. ഈ ആവശ്യം ഉന്നയിച്ച് പാർട്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 14 ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ ഡിമാൻഡ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനസംഖ്യയിൽ ഒന്നാമതും വികസനത്തിൽ പിന്നാക്കവുമായ മലപ്പുറം ജില്ലയെ വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുകയാണ്. ഈ ആവശ്യവുമായി SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നടത്തിവരികയാണ്. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 14 പെരിന്തൽമണ്ണയിൽ ഡിമാൻഡ് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. ഭരണകാര്യങ്ങളിലുള്ള, അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള, അതുപോലെ ആരോഗ്യ രംഗത്തുള്ള ഈ ഒരു പിന്നോക്കാവസ്ഥക്ക് ഒരു പരിധി വരെ സഹായകമാവുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് SDPI മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെടുന്നത് തിരൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജില്ല കൂടി രൂപീകരിക്കണം എന്നാണ്. SDPIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സമര പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന 14-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഡിമാൻഡ് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയുടെ 4-ൽ 1 പല ജില്ലകൾക്കും ലഭിക്കുന്ന പരിഗണന പോലും മലപ്പുറത്തിന് ലഭിക്കുന്നില്ല. ജനസംഖ്യാനുപാതികമായ വികസനം മലപ്പുറത്ത് നടക്കാത്തത് റവന്യൂ, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിലെ ഗുരുതര അവഗണന മൂലമാണ്. അതിന് പ്രധാന കാരണം അത്യധികം ജനസംഖ്യയുള്ള ജില്ലയായി മാറിയിട്ടും ആവശ്യമായ ഭരണപരമായ ഇടപെടലുകൾ നടക്കാത്തതാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അടിസ്ഥാന വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ താലൂക്കുകളും വില്ലേജുകളും ആനുപാതികമായി ഇല്ലാത്തത് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വലിയ തടസ്സമാണെന്ന് SDPI നേതാക്കൾ പറഞ്ഞു. എല്ലാ മേഖലകളിലും ജില്ല നേരിടുന്നത് കടുത്ത അവഗണനയും വിവേചനവുമാണ്. ജില്ലയുടെ ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴും മലപ്പുറത്തിന് അർഹമായത് നേടിയെടുക്കാനോ അതിനായി ശക്തമായ സമരം നടത്താനോ ഇരുപക്ഷങ്ങളിലുമുള്ള ജനപ്രതിനിധികൾക്ക് സാധിക്കുന്നില്ല എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ജില്ലാ രൂപീകരണം മുതൽ തന്നെ ജില്ല നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകൾ അതിന്റെ ഒരു തുടർക്കഥ എന്നോണം ഈ ഇടതു മുന്നണിക്കോ അല്ലെങ്കിൽ വലതു മുന്നണിക്കോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം ശരിക്കും കൈകാര്യം ചെയ്തിരുന്ന 2 കക്ഷികൾ എന്നുള്ള നിലക്ക് അവർക്കൊന്നും യാതൊരു വിധ താല്പര്യവും ഇങ്ങനത്തെ ഒരു ജില്ല രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഭരണതലത്തിലെ ഒരു ചർച്ചയും പോസിറ്റീവായിട്ട് ഈ ഒരു അർത്ഥത്തിൽ വന്നിട്ടില്ല. അത്തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കുറച്ചുകൂടി ക്ലാരിറ്റി ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. മലപ്പുറം മോഡൽ വികസനം എന്ന പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന വികസനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും SDPI നേതാക്കൾ പറഞ്ഞു. 14 വൈകിട്ട് 4:30 അൽസലാം ആശുപത്രി പരിസരത്തിൽ നിന്നും ആരംഭിക്കുന്ന ഡിമാൻഡ് മാർച്ച് കോടതിപ്പടിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CH അഷ്റഫ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി മുർഷിദ് ഷമീം എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ SDPI പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പുലാമന്തോൾ, സെക്രട്ടറി അലി മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷംസുദ്ദീൻ പുത്തൂർ എന്നിവർ പങ്കെടുത്തു. 11 മാസം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കി 13കാരൻ വിസ്മയമാകുന്നു. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മാങ്ങോട് AIC ഖുർആൻ അക്കാദമിയിലെ മുസ്തബയാണ് ഈ നേട്ടം കൈവരിച്ചത്. فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين. ശരാശരി വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കാൻ 3 മുതൽ 4 വർഷം വരെ എടുക്കാറുണ്ട്. എന്നാൽ ചെർപ്പളശ്ശേരി പേങ്ങാട്ടിരി പടിഞ്ഞാറതിൽ സിദ്ദിഖിന്റെയും റൈഹാനത്തിന്റെയും മകനായ മുജ്തബയ്ക്ക് വേണ്ടി വന്നത് വെറും 11 മാസം. തച്ചമ്പാറ ദേശബന്ധു ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുജ്തബ സ്കൂൾ പഠനത്തോടൊപ്പമാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയത്. പുലർച്ചെ 4 മണിക്കും എല്ലാവരും ഉറങ്ങിയ ശേഷവും പള്ളിയിലിരുന്ന് രാത്രി ഏറെ നേരവും പഠിക്കാറുണ്ടെന്ന് മുജ്തബ പറഞ്ഞു. ഖുർആൻ പഠനമെന്നത് വല്ലിപ്പയുടെ ആഗ്രഹമായിരുന്നു. വല്ലിപ്പയുടെ ആഗ്രഹത്തിനൊപ്പം മുജ്തബയുടെ നിശ്ചയദാർഢ്യം കൂടിയായപ്പോൾ വർഷങ്ങൾ എന്നത് 11 മാസത്തിലേക്ക് ചുരുങ്ങി. 1 വർഷത്തിനിടെ ഹാഫിൽ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സ്ഥാപനത്തിന് സമ്മാനമായ സൗജന്യ ഉംറയ്ക്കും മുജ്തബ അർഹനായി. രക്ഷിതാക്കളുടെ ഭയങ്കരമായ ഒരു പ്രയത്നവും അതുപോലെ നമ്മളെ സ്വന്തം ഉസ്താദുമാരുടെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഒരു നിലയിലെത്താൻ കഴിഞ്ഞത്.
ഒരു കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ഖുർആൻ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വലിയ സന്തോഷം. ഒരു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന AICയിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിൾ കോഴ്സിനും തുടർന്നുള്ള മതപഠന കോഴ്സായ ആമിലിനുമായി 70 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ശീതീകരിച്ച ക്ലാസ് മുറികൾ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ അക്കാദമിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സ്ഥാപന മേധാവി N. ഷാഹുൽ ഹമീദ് സയ്യിദി പറഞ്ഞു. ഇവിടെ നമ്മൾ ഹിഫ്ളില് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ 5ാം ക്ലാസ് പാസ്സായി 6ാം ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ടോട്ടലി 5 വർഷമാണ്. 4 വർഷം അതിൻ്റെ ഹിഫ്ള് പഠനവും 1 വർഷം അതിൻ്റെ ദൗറ എന്ന് പറയും, റിപ്പീറ്റ്, ക്ലിയർ എന്നൊക്കെ പറയാം. 10ാം ക്ലാസ് ആവുന്നതോടുകൂടി അവിടെ ഹിഫ്ള് പൂർത്തീകരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബി എന്നീ വിഷയങ്ങളിലൊക്കെ പ്രത്യേക കോച്ചിങ് കൊടുക്കുന്നു. അതോടൊപ്പം ഒരു കമ്പ്യൂട്ടർ കോഴ്സ് അവർക്ക് നൽകുന്നുണ്ട് ഈ ഹിഫ്ള് പഠനത്തോടൊപ്പം. ആ രീതിയിലാണ് നമ്മൾ ഹിഫ്ള് 5 വർഷം കൊണ്ട് 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് ഹിഫ്ള് പൂർത്തീകരിക്കുന്നു. അതിനുശേഷം പിന്നെയാണ് ആലിം കോഴ്സ്, ഈ പറഞ്ഞത് ഹാഫിൽ, പിന്നെ അതിനുശേഷം ആലിം കോഴ്സ്. അത് നമ്മൾ 7 വർഷത്തെ കോഴ്സ് ഇവിടെ PGയോടൊപ്പം അവർക്ക് കിതാബ് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൂടെയാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുജിതബയെ കൂടാതെ ഖുർആൻ മനഃപ്പാഠമാക്കിയ കരിമ്പ 3 ഏക്കർ സ്വദേശി ഷാഹിദ് എന്നിവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. ഷാഹുൽ ഹമീദ് സയ്യിദി അധ്യക്ഷത വഹിച്ചു. ഹാഫിള് സ്വാലിഹ് ഹാഷിമി, സിദ്ദിഖ് ഹാജി, അലി ഹാജി, ഷുഐബ് സക്കാഫി, അഫ്സൽ ഫൈസി, അമാനുള്ള കിളിരാനി എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. മണ്ണാർക്കാട് ലയൺസ് ക്ലബിൽ ഡിസ്ട്രിക്ട് ഗവർണർ സന്ദർശനവും കുടുംബസംഗമവും നടത്തി. ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സംസൺ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ നടന്നു. സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നട്ടെല്ലിന് ശസ്ത്രക്രിയ ആവശ്യമായ കുട്ടിക്കും ഡയാലിസിസ് രോഗിക്കും സാമ്പത്തിക സഹായം നൽകി. ഷെവറോൺ അവാർഡ് ജേതാവ് VJ ജോസഫിനെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്ക് മെമന്റോകൾ നൽകി ആദരിച്ചു. ഡോക്ടർ S. ഷിബു, PM സുബ്രഹ്മണ്യൻ, റെജിമോൻ K. ജോസഫ്, ഷൈജു ചിറയിൽ, കിഷോർ CV, ഡോക്ടർ ചാൾസ് ആന്റണി, ബിജു പൊരുതോർ, വിമൽ വേണു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ക്ലബ് അംഗം സ്മിത സന്തോഷിന്റെ നൃത്തം അരങ്ങേറി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ പൂരം കാളവേല ആഘോഷങ്ങൾ വൈബാക്കാൻ കാർണിവലും. ക്ഷേത്ര മൈതാനത്തോട് ചേർന്നാണ് കാർണിവലും നടക്കുന്നത്. പുത്തനാൽക്കൽ കാളവേല കാണാനെത്തുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് നിരവധി റൈഡുകളുമായി സ്റ്റാർ അമ്യൂസ്മെന്റ്സ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഉല്ലസിക്കാൻ കഴിയും വിധമാണ് കാർണിവലും പൂരപ്രേമികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. യന്ത്ര ഊഞ്ഞാൽ ഉൾപ്പെടെ അല്പം സാഹസികതയും കൗതുകവും എല്ലാം ഒത്തുചേരുന്ന കാർണിവൽ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. പുത്തനാൽക്കൽ പൂരം ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതായത് ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ് താമസിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ പാലക്കാടിലേക്കുള്ളത്. അപ്പോൾ വളരെ 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 ഗംഭീരമായിട്ടാണ് ഇവിടുത്തെ പൂരം നടക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെയുള്ള പ്രൊസഷൻ എല്ലാം കണ്ടായിരുന്നു. ഇനി നാളെ ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നല്ല വൈബാണ്. ഈ പറയുന്നത് ജയന്റ് വീലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഇതാണ്. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. ഭയങ്കര എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും ഒരു അല്ലേ ജോലി എന്നൊക്കെ ഒരു ടെൻഷൻ ഫ്രീ ആവും, അടിപൊളിയാക്കാം. ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. പൂരത്തിനും കാളവേലയ്ക്കുമായി എത്തുന്നവർക്ക് തീർത്തും സുരക്ഷിതമായി കുടുംബത്തോടൊപ്പം വന്ന് ഉല്ലസിക്കാൻ കഴിയും വിധമാണ് എല്ലാ റൈഡുകളും ഒരുക്കിയിട്ടുള്ളത്. ഡ്രാഗൺ ട്രെയിൻ, ചിൽഡ്രൻസ് പാർക്ക് എന്നിവയെല്ലാം ആളുകൾക്ക് വന്ന് ഏറെ ആസ്വദിക്കാൻ കഴിയും വിധമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഉത്സവം ആസ്വദിക്കാനെത്തുന്നവർക്ക് ഈ കാർണിവലും ഒന്ന് കണ്ടിറങ്ങാം. നല്ലൊരു അനുഭവം തന്നെയാവും അത്. ഞങ്ങൾ ഒരു 20
തൊഴിലാളി കുടുംബങ്ങളാണ് ഇത് നടത്തുന്നത്. പല പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ ഈ ലൈസൻസിൻ്റെ കാര്യവും അതും ഇതുമൊക്കെ ആയിട്ട് ഇവിടെ വളരെ ബുദ്ധിമുട്ടി ഇത്രയും പേര് ഈ വർക്കിൽ നിൽക്കുന്നത്. വർക്ക് വരുമ്പോൾ പല പ്രശ്നങ്ങളാണ്. നമുക്കത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുറേ ബുദ്ധിമുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ഒക്കെ എടുത്താണ് നമ്മൾ ഇത് നടത്തുന്നത്. പക്ഷേ അതിനുള്ളൊരു ബെനിഫിറ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല. പക്ഷെ ആൾക്കാർ വരുന്നുണ്ട്. എന്തോ ജനങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ എല്ലാ റെഡിയിലും ഒന്നും കയറുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് സന്തോഷമാണ്. നമുക്ക് അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റിയതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഏതായാലും ബാക്കിയുള്ളവരും കൂടെ വന്ന് ഒരു 16-ാം തീയതി വരെ ഉണ്ട്. 16-ാം തീയതി വരെ എല്ലാവരും സഹകരിച്ച് ഞങ്ങളെ ഇവിടുന്ന് വിജയിപ്പിച്ച് വിടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണുള്ളത്. അമ്പംകുന്ന് കോയാക്ക ഫണ്ടിലെ 54ാമത് നേർച്ച വെള്ളിയാഴ്ച തുടങ്ങും. 3 ദിവസത്തെ നേർച്ചയിൽ കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് നേർച്ച ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് കോയാക്ക ഫണ്ട് ജനറൽ സെക്രട്ടറി മുബാറക് അമ്പംകുന്നലിന്റെ നേതൃത്വത്തിൽ മൗലീദ് പാരായണത്തോടെയാണ് തുടക്കം. തുടർന്ന് വളാഞ്ചേരി മന്നത്ത് തറവാട്ടിലെ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി വരുന്ന ആദ്യ അപ്പപ്പെട്ടി ഭാരവാഹികളായ മുബാറക്, മുജീബ്, ഷാഹുൽ ഹമീദ്, ഉബൈദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്നുള്ള 3 ദിവസങ്ങളിലും വിശ്വാസികൾ അപ്പപ്പെട്ടികളുമായി കോയാക്ക ഫണ്ടിലെത്തും. 3 ദിവസവും നിലയ്ക്കാത്ത പ്രാർത്ഥനകളും ആത്മീയ കർമ്മങ്ങളും ഉണ്ടാകും. 2ാം ദിവസമായ 14-ന് 3 മണിക്ക് കോയാക്ക ഫണ്ടിന്റെ പതാക തെങ്കര ജംഗ്ഷനിൽ നിന്ന് സ്വീകരിച്ച് ആനയിക്കും. 5 മണിക്ക് ബുദ്ധ് കവാലി മജ്ലിസുകൾ, മതപ്രഭാഷണം, മതമൈത്രി സെമിനാർ എന്നിവ നടത്തും. സമാപന ദിവസമായ 15 ഞായറാഴ്ച രാത്രി 7 മണിക്ക് പതാക ഉയർത്തും. രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെ അന്നദാനം നടത്തും. 16-ന് രാവിലെ നിർധനരായ 50 കുട്ടികളുടെ സൗജന്യ സുന്നത്ത് ക്യാമ്പ് നടത്തും. 16-ന് രാവിലെ നിർധനരായ 50 കുട്ടികളുടെ സൗജന്യ സുന്നത്ത് ക്യാമ്പ് നടത്തും. വിശ്വാസികൾ സമർപ്പിച്ച മധുരപലഹാരങ്ങൾ വിശ്വാസികൾക്ക് തന്നെ വിതരണം ചെയ്യും. നേർച്ച ദിവസങ്ങളിൽ കോയാക്ക ഫണ്ടിലെത്തുന്നവർക്ക് 24 മണിക്കൂറും ഭക്ഷണ കൗണ്ടർ പ്രവർത്തിക്കും. മത, വൈജ്ഞാനിക, സാംസ്കാരിക, സാന്ത്വന മേഖലകളിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 53 വർഷങ്ങൾ പൂർത്തിയാക്കി 54ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ് അമ്പംകുന്ന് കോയാക്ക ഫണ്ട് എന്ന് പറയുന്ന അതിമഹത്തായ സ്ഥാപനം. സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മതകലാലയം എന്നതിനപ്പുറം എല്ലാവിധ മതവിഭാഗങ്ങൾക്കും ആശാകേന്ദ്രമായി മാറിയ ഒരു സ്ഥാപനമാണ് അമ്പംകുന്ന് കോയാക്ക ഫണ്ട്. അതിൻ്റെ 53 വർഷങ്ങൾ പൂർത്തിയാക്കി 54ാമത് വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് അതിൻ്റെ 54ാമത് നേർച്ച വരുന്ന ഈ ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ അതിമഹത്തായ വിപുലമായ നിലക്ക് ആഘോഷപൂർവ്വം തന്നെ നടത്താൻ വേണ്ടി സ്ഥാപന ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുണ്ട്. 3 ദിവസങ്ങളിലും വ്യത്യസ്തമായ ആത്മീയമായും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമാകുന്ന പലവിധ പ്രോഗ്രാമുകളോട് കൂടെയാണ് ആ നേർച്ച അതിൻ്റെ ഭാരവാഹികൾ സംവിധാനിച്ചിട്ടുള്ളത്. ഭാരവാഹികളായ മുബാറക് അമ്പംകുന്ന്, സുബൈർ മുസ്ലിയാർ വളാഞ്ചേരി, മൊയ്തീൻ അസ്ലമി ഞെട്ടരക്കടവ്, റബിയവ് സക്കാഫി മണ്ണാർക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷോർട്ട് ന്യൂസ്. കണയം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല നിറക്കാഴ്ചയായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാള കോലങ്ങൾ ദീപാലങ്കാര പ്രഭയിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തുടർന്ന് ക്ഷേത്രത്തെ വലം വെച്ച് തൊഴുതു വണങ്ങി. ഇന്നാണ് ക്ഷേത്രത്തിലെ പൂരം.
UDF അധികാരത്തിൽ വന്നാൽ ഉടൻ ശബരിമല സ്വർണം കട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്ന് N. ഷംസുദ്ദീൻ MLA. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വിജയിപ്പിക്കുന്നതിന് UDF കോട്ടോപ്പാടം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF കോട്ടോപ്പാടം പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പാറശ്ശേരി ഹസൻ അധ്യക്ഷനായി. കൺവീനർ ഉമ്മർ മനച്ചിത്തൊടി, റഷീദ് ആലായൻ, TC ബേബി, കല്ലടി അബൂബക്കർ, അസീസ് ഭീമനാട്, A. അസൈനർ, KG ബാബു, സക്കീർ തയ്യിൽ, CJ രമേശ്, റഷീദ് മുത്തനിൽ, MR സത്യൻ, നീതു ശങ്കർ, KP ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപ്പാറ കടമ്പൂർ കൊളറോട്ടിൽ വീട്ടിൽ സാവിത്രി ടീച്ചർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർഷങ്ങളോളം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുലുക്കിലിയാട് GLPSൽ നിന്നും ഹെഡ് മിസ്ട്രസായി വിരമിച്ചു. ഭർത്താവ് പരേതനായ കൃഷ്ണൻ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ മെമ്പർ ഗിരീഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ എക്സലൻസിയ വിദ്യാഭ്യാസ ശാക്തീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. തെങ്കര സർക്കാർ ഹൈസ്കൂൾ ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷണൽ ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാമാണ് എക്സലൻസിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. വയനാട് CM കോളേജ് പ്രിൻസിപ്പൽ ഷാഫി പുൽപ്പാറ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണം. പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും വാഹനങ്ങൾ തടഞ്ഞ പണിമുടക്ക് അനുകൂലികൾ. ചേർത്ത് നിർത്താതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ ഉജ്ജ്വല സ്വീകരണം. നവീകരിച്ച മുണ്ടൂർ തൂത സംസ്ഥാന പാത നാടിനു സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയിലെ മെയിന്റനൻസ് ഗ്രാന്റിൽ പക്ഷഭേദമെന്ന ആരോപണം. അരങ്ങനേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുറിയിൽ UDF BJP അംഗങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് SDPI ഫെബ്രുവരി 14 പെരിന്തൽമണ്ണയിൽ ഡിമാൻഡ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.